അത് ഈ പുറത്ത് നല്ല മഴയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്നുണ്ട്. അതായത് വൈകുന്നേരം പ്രത്യേകിച്ചിട്ട് പഴംപൊരി ചായ, പരിപ്പ് വട ചായ, നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ, ചായ ക്രീം ബൺ. അപ്പം ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല മഴയുണ്ട്. എനിക്ക് കഴിക്കുന്ന സമയത്ത് മഴ ചതിച്ചു, മഴ പോയി. മഴ ആസ്വദിച്ച് തിന്നാന്നെല്ലാം വിചാരിച്ചത്. അപ്പോഴത്തേക്ക് നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ബട്ടർ ക്രീം ബണ്ണില്ലേ, അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട്. ഞാൻ കുറേ റീൽസും കുറേ ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നിക്കിൽ സാധാ നോർമൽ ബട്ടർ അല്ലെങ്കിൽ സോൾട്ടഡ് ബട്ടർ ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ നന്നായിട്ട് പുറത്ത് വെച്ചതായിരിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചതായിരിക്കണം. അത് നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ക്രീമാക്കുക. എന്നിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടില്ല ഒന്നിക്കലും പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കുക, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുക. മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ലൂസാകുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ക്രീം മാത്രം മതി. പക്ഷേ ഇതിൽ ഒന്നും കൂടി നല്ലൊരു പിന്നെ മിൽക്കി ആവാൻ വേണ്ടിക്ക് കുറച്ച് പാൽപ്പൊടി, അതായത് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. എന്നിട്ട് പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഞാൻ ഒന്നും കൂടെ ബീറ്റ് ചെയ്ത്, അപ്പോൾ ചെറിയൊരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അത് നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ഇച്ചിരി, അതൊരു 1 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പിന്നെ ബീറ്റ് ചെയ്യാം. ഇനി ബീറ്ററൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചാലും മതി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഒരു തിക്കന്നുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് വീണ്ടും പിന്നെ എന്താ പറയുക ബീറ്റ് ചെയ്യുക. ഇടയ്ക്കൊരു തട്ടലും മുട്ടലും വച്ചും ചിരിയും വർത്താനൊക്കെ കേൾക്കുന്നുണ്ടാവില്ല. എൻ്റെ കുഞ്ഞു മോളാണ് കേട്ടോ. അപ്പോൾ കരിയാക്കണ്ട. അപ്പോൾ പിന്നെ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാലും കൂടി മിക്സാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാ നല്ല തിക്ക് ക്രീം. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബണ്ണാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബണ്ണ് പിന്നെ ബണ്ണൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുക. പക്ഷെ ഞാനൊന്നും കൂടെ ഒരു മാറ്റിയെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റുള്ള ബണ്ണാണ് കേട്ടോ. ഫ്രഷ് ബേക്കറിയിൽ നിന്ന് ഉണ്ടാക്കുന്ന തന്നെ വാങ്ങിയതാണ്. അപ്പോൾ ഒരു പാനിൽ പിന്നെ കുറച്ച് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ട് ഒന്നങ്ങ് മെൽട്ടാകുന്ന സമയത്ത്, പിന്നെ മെൽട്ടായിട്ട് എന്താ പറയുക ബ്രൗൺ കളറൊന്നും ആക്കല്ല, മെൽറ്റായി തുടങ്ങുമ്പം തന്നെ ബന്ന് ഇതുപോലെ വെച്ചെടുക്കുക. തീ ഒന്ന് കുറച്ചിട്ട്. പിന്നെ അതേപോലെ ബന്ന് ഓക്കെ. അപ്പോൾ ബന്ന് കളറ് വരെ ചേഞ്ച് ആറ് ജസ്റ്റ് ഒന്നായൊരു ബട്ടർ മൊത്തത്തിലൊന്ന് ഇതിനെ പിടിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതാ ഞാനതിങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് അതിനാക്കിയിട്ടുണ്ട്. ബന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും ബ്രൗൺ ആയോ ഹാർഡായോ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു പിന്നെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇല്ല പോലെ തന്നെ ഉണ്ട്. എന്നിട്ട് ചൂട് നന്നായിട്ട് ആറണം കേട്ടോ. എന്തായാലും ജസ്റ്റ് ചൂടുണ്ടാവുമല്ലോ. അതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ക്രീം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനില്ലേ വലിയ കുറച്ച് ബർഗർ ബണ്ണിൻ്റെ സൈസാണ് എനിക്ക് 4 ഫില്ല് ചെയ്യാൻ കൊടുത്തില്ല. ചെറുതാണെങ്കിൽ ഒരു 6 വരെ ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ അത്യാവശ്യം നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കണം, എന്നെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേറ്റ് ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് പിന്നെ ചെടിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോമഡി ഒന്നല്ല, ചായ ആദ്യം എല്ലാം ഇളക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഈ ബന്ന് തിന്നി തുടങ്ങുമ്പോഴത്തേക്ക് ചായനെ മറന്നുപോയി, ബന്ന് കംപ്ലീറ്റ് തിന്നുപോയി. അങ്ങനെ ആവരുത്. അപ്പോൾ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബന്ന് തിന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ചായന് ഓർമ്മയുണ്ടാവില്ല, അത് വേറെ വിഷയം. പക്ഷേ ഞാൻ മഴയത്ത് തിന്നാന്നാണ് വിചാരിച്ചില്ല, പക്ഷെ മഴ ഉണ്ടായിട്ടില്ല. ഉണ്ടാക്കുന്ന സമയത്ത് മഴ അങ്ങ് പോയി, കഴിക്കുന്ന സമയത്ത് മഴ അങ്ങ് പോയി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി സ്കൂളൊക്കെ തുറന്നല്ലേ, കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഇത് ഉണ്ടാക്കി വെച്ച് സർപ്രൈസ് ആയിട്ടുള്ളൊരു സംഭവമില്ലേ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.